എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10ാം ക്ലാസ് ഫിസിക്സ് പരീക്ഷയുടെ ആൻസർ കീ ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. ഇന്നത്തെ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആൻസർ ആണ്, 2.40. രണ്ടാമത്തെ ആൻസർ ഡി സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തത് സി ആണ് ശരി. 4 എ അപവർത്തനാങ്കം. 5 ആൻസർ ആവർത്തനം m=-1. 6 ആൻസർ സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് കുറയും. വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ താപത്തിൻ്റെ അളവ് പ്രതിരോധത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. 7 ഒപ്റ്റിക് ഫൈബർ കേബിളിൻ്റെ മേന്മകളാണ്. ഡാറ്റ കൈമാറ്റത്തിലെ പ്രസരണ നഷ്ടം ഏറ്റവും കുറവാണ്. പ്രക്ഷേപണ ആവശ്യത്തിനായി പ്രകാശം ഉപയോഗിക്കുന്നതിനാൽ ഡാറ്റ കൈമാറ്റത്തിൻ്റെ വേഗത വളരെ ഉയർന്നതാണ്. 8 വിദൂര സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി കൈമാറ്റം ചെയ്യുമ്പോൾ താപത്തിൻ്റെ രൂപത്തിൽ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നു. ട്രാൻസ്മിഷൻ ലൈനിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, ഇത് കുറയ്ക്കാൻ കഴിയും. വോൾട്ടേജ് 220 കിലോവാട്ട് വരെ വർദ്ധിപ്പിച്ച് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് കുറയ്ക്കുന്നു. അതിനാൽ ജൂൾ നിയമം വഴി താപനഷ്ടം കുറയ്ക്കാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം 9 എ മ്യൂച്വൽ ഇൻഡക്ഷൻ. ബി ആൻസർ ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതാനാണ്. DC സ്രോതസ്സിന് പകരം AC സ്രോതസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്വിച്ച് തുടർച്ചയായി ഓൺ ഓഫ് ചെയ്യുക. അടുത്ത ചോദ്യം 10 എ എർത്ത് പിൻ. ബി ആൻസർ നീളം കൂടുതലായതിനാൽ സോക്കറ്റിൽ 3 പിൻ ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ ആദ്യം സർക്യൂട്ടുമായി സമ്പർക്കം പുലർത്തുന്നു. സോക്കറ്റിൽ നിന്ന് 3 പിൻ പുറത്തെടുക്കുമ്പോൾ സർക്യൂട്ടിൽ നിന്ന് അവസാനം പുറത്തേക്ക് വരുന്നത് എർത്ത് പിൻ ആയിരിക്കും. അതിനാൽ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നു. അടുത്തത് 11 ഫോക്കൽ ദൂരം -20. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം -30. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം -60 സെൻറ്റിമീറ്റർ. ആവർത്തനം -2. അടുത്തത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. പ്രൈമറി കോയിലിൻ്റെ വണ്ണം സെക്കൻഡറിയിലേക്കാൾ കൂടുതൽ. ഔട്ട്പുട്ട് കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കും ഇൻപുട്ട് കറണ്ട്. സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയിലേതിനേക്കാൾ കൂടുതലായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സെക്കൻഡറി കോയിലിൻ്റെ വണ്ണം പ്രൈമറിയിലേതിനേക്കാൾ കൂടുതലായിരിക്കും. ഇൻപുട്ട് കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കും ഔട്ട്പുട്ട് കറണ്ട്. പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറി കോയിലിനേക്കാൾ കൂടുതലായിരിക്കും. 13 എ വൈ ആണ്. ബി ആൻസർ ഫ്യൂസ്, MCB, ELCB. വൈദ്യുതോർജ്ജം 4 LED ബൾബുകളുടെ വൈദ്യുതോർജ്ജം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാണാവുന്നതാണ്. ഒരു ദിവസത്തെ ആകെ വൈദ്യുതി ഉപയോഗം 1.88 kWh. അടുത്തത് 15 എ ബൾബിൻ്റെ പ്രകാശ തീവ്രത വർദ്ധിക്കുന്നു. ബി ആൻസർ 12 ഓം പ്രതിരോധം സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിൻ്റെ സഫല പ്രതിരോധം കുറയുന്നു. തൽഫലമായി കൂടുതൽ വൈദ്യുതി സർക്യൂട്ടിലൂടെ പ്രവഹിക്കുകയും ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടുകയും ചെയ്യുന്നു. 16 എ സമതല ദർപ്പണം മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലുപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നു. ക്രമപ്രതിപദനത്തിലൂടെയാണ് വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നത്. ബി ആൻസർ കോൺവെക്സ് ദർപ്പണം മിഥ്യയും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇതിൻ്റെ വീക്ഷണ വിസ്തൃതി വളരെ വലുതാണ്. കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസിൽ പ്രകാശ സ്രോതസ് വയ്ക്കുമ്പോൾ സമാന്തര പ്രകാശിക രേഖകൾ ഉണ്ടാകുന്നു. കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിലും വസ്തു വയ്ക്കുമ്പോൾ മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ വലിപ്പമുള്ളതുമായ പ്രതിബിംബം ലഭിക്കുന്നു. 17 എ ആൻസർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ബി ആൻസർ പ്രൈമറിയിലെ പവർ സെക്കൻഡറിയിലെ പവർ VS × IS 200 × 2 400 വാട്ട്. സി ആൻസർ NP 2 × NS. 18 എ ആൻസർ കോൺകേവ് ദർപ്പണം. ബി ആൻസർ -40 സെൻറ്റിമീറ്റർ. സി ആൻസർ വസ്തുവിൻ്റെയും പ്രതിബിംബത്തിൻ്റെയും ഇടയിലുള്ള ദൂരം 40 + 20 = 60 സെൻറ്റിമീറ്റർ. 19 മാധ്യമം 1 ജലം, മാധ്യമം 2 വായു. ബി ആൻസർ ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്, അല്ല 48 ഡിഗ്രിയാണ്. പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതന കോൺ ക്രിട്ടിക്കൽ കോണിന് തുല്യമാകുമ്പോൾ അപവർത്തന രശ്മി ലംബമായി സഞ്ചരിക്കും. 20 എ ആൻസർ ജൂൾ നിയമമാണ്. ഒരു വൈദ്യുത ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് ചാലകത്തിലെ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും.
താപം ഈക്വൽ ടു H ഈക്വൽ ടു V² T/R. അപ്പോൾ ബി ആൻസർ 483 കിലോ ജൂൾ. സി ആൻസർ പവർ P ഈക്വൽ ടു 575 വാട്ട്. അടുത്തതായി ഇംഗ്ലീഷ് മീഡിയം ഉത്തരങ്ങളാണ്. ഒന്നാമത്തേതിൻ്റെ ആൻസർ 2.40. രണ്ടാമത്തെ ആൻസർ ഡി ആണ് ശരിയായത്. 3 സി ആൻസർ. ഡി എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. 5 മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു -1. 6 the heat developed in the circuit will decreases. This is because when voltage remains constant, heat developed in a circuit is inversely proportional to the effective resistance of the circuit. ഏഴാമത്തെ ആൻസർ അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഡാറ്റ ട്രാൻസ്മിഷൻ ലോസ് ഈസ് മിനിമം സിൻസ് ഇറ്റ് ഈസ് യൂസ് ലൈറ്റ് ട്രാൻസ്മിഷൻ പർപ്പസ്. ദ സ്പീഡ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഈസ് വെരി ഹൈ. 8 ആൻസർ power transmitted to distant places. There is a loss of energy in the form of heat. It can be reduced by increasing voltage up to 220 kilovolt. The current flowing through the conductor is minimized, hence by Joule's law heat loss can be reduced. 9A mutual induction. B answer any two methods, that is replace the battery with AC source, continuously on and off the switch. 10A earth pin. B answer since the length is more, when the 3 pin is introduced into the socket, the earth pin comes into contact with the circuit first. When 3 pin is pulled out of the socket, the earth pin will be the last to break the contact, hence complete safety ensured. 11th question. Focal length f equal to -20, u equal to -30 cm, distance of the image equal to -60 cm, magnification equal to -2. Step up transformer. Thickness of primary coil is greater than that of secondary coil. Input current is greater than output current. Number of turns in secondary coil is greater than that of primary coil. Step down transformer. Thickness of secondary coil is greater than that of primary coil. Output current is greater than input current. Number of turns is primary coil is greater than that of secondary coil. 13 answer A Y. B fuse. ELCB, MCB. Energy consumed for LED bulbs equal to 0.2 kilowatt-hour. Total energy consumed in a day equal to the sum of this, that is 1.88 kilowatt-hour. 15th answer A brightness of the bulb increases. B answer when a 12 ohm resistor is connected in parallel, the effective resistance of the circuit decreases as a result. Current flow increases, so brightness of the bulb increases. 16th answer A plane mirror will produce virtual, erect and same size of the image as of the object. It will show clear image due to regular reflection. B answer convex mirror will produce virtual, erect and diminished image with maximum field of view. C answer concave mirror can produce parallel beam of light when an illuminating source is placed at its focus. D answer concave mirror can form virtual, erect and enlarged image when object is placed between principal focus and pole. 17th answer E step down transformer. F power in primary equal to 400 watt for a transformer. NP equal to 2 into NS. 18th answer A concave mirror. B answer plus 40 centimeter. So the focal length is -40 centimeter. Distance between object and the image equal to 40 plus 20 equal to 60 centimeter. 19th answer A medium 1 is glass, medium 2 is air. When the angle of the incident in the denser medium is equal to the critical angle of the medium, then the angle of refraction will be 90 degree. Medium 1 is water. 20th answer A Joule's law. The heat produced in a current carrying conductor
is the product of square of the current flowing through the conductor, the resistance of the conductor, and the time of flow of current. B answer, heat equal to 483 kilojoule. P equal to 575 watt. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.